ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോട്ടലക്സ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം ഫിഗ്മയെക്കുറിച്ചാണ്. UI ഡിസൈനേഴ്സും UX ഡിസൈനേഴ്സും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫിഗ്മ. സോ നമുക്കതിൻ്റെ ബെനിഫിറ്റ്സും മറ്റ് ആപ്പുകളിൽ നിന്ന് ഫിഗ്മയെ എന്തുകൊണ്ടാണ് വേർതിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മോസ്റ്റ്ലി UI UX ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫിഗ്മ എന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ ഇത്രക്കും പോപ്പുലാരിറ്റി കിട്ടാൻ ഫിഗ്മയ്ക്ക് ഒരു കാരണം ഉണ്ടാവും. മറ്റുള്ള ടൂൾസ്, അതായത് വേറെ ടൂൾസിനെ അപേക്ഷിച്ച് ഫിഗ്മ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നതാണ് ഇവിടെ നോക്കുന്നത്. ഫിഗ്മയിൽ നമുക്കൊരു പ്രൊജക്റ്റ് കൊളാബറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതായത് ഒന്നിലധികം പേർക്ക്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസൈനേഴ്സ്ക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ കൊളാബറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഫിഗ്മയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സവിശേഷത. മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് 110% ഗ്യാരണ്ടിയോടുകൂടി ഹൈ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട്. ഫിഗ്മയുടെ അടുത്തൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ആർട്ട് ബോർഡ്സ് ആൻഡ് ഫ്രെയിംസ്. ഈ ഫിഗ്മയിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ധാരാളം ആർട്ട് ബോർഡ്സും ഫ്രെയിംസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ വർക്കിനെ വളരെ ഈസി ആയിട്ടും സ്പീഡിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഫിഗ്മയുടെ മറ്റൊരു ഫീച്ചറാണ് ലെയേഴ്സ് ആൻഡ് ഒബ്ജക്റ്റ്. നമ്മുടെ ഡിസൈനെ വളരെ എളുപ്പത്തിൽ ലെയേഴ്സ് ആക്കാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ആക്കാനും ഫിഗ്മ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. ഇത് നമ്മുടെ വർക്കിനെ വളരെ ഈസി ആക്കാനും സ്പീഡാക്കാനും സഹായിക്കുന്നതാണ്. സെലക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് ഫിഗ്മയുടെ വേറൊരു ഫീച്ചർ. അതായത് നമ്മുടെ നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് ഈ ഫിഗ്മ എന്ന ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മറ്റുള്ള ടൂൾസിൽ നിന്ന് ഫിഗ്മയെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു മെയിൻ ഫീച്ചറാണ് സ്കെയിലിംഗ് ആൻഡ് പ്രോപ്പർട്ടീസ്. നമ്മുടെ ഡിസൈനെ വളരെ മികച്ചതാക്കാനും വളരെ മികച്ച പ്രോപ്പർട്ടി ആക്കാനും ഫിഗ്മ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടോട്ടലക്സ് ഫിഗ്മ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഒരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് 99%, അത് ആപ്പ് ആയിക്കോട്ടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, ക്ലയൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒരു ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ക്ലയൻറ്റിന് മനസ്സിലാക്കാനും ഈ ഫിഗ്മ എന്ന ടൂൾ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഫിഗ്മ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഏകദേശം ഒരു ബേസ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.